ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 വചനം പറയുകയാണ്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താണ് സദ്വാർത്ത? ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ. സുവിശേഷം ആരാണ്? യേശു ക്രിസ്തു. അതായത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകനെ നൽകി എന്നതാണ് സദ്വാർത്ത. സദ്വാർത്ത എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ നൽകി എന്നതാണ് സദ്വാർത്ത. ഹല്ലേലൂയ. യേശുവിന് ദൈവം ഈ ഭൂമിയിൽ അയച്ചത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി മാത്രമാണോ? ഇല്ല, സകല ജനത്തിനു വേണ്ടിയാണ്. ലൂക്കാ 2:10 വചനം പറയുകയാണ്, ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഈ സദ്വാർത്ത നമ്മൾ ഒതുങ്ങേണ്ടതാണോ? ഇല്ല, നമ്മൾ ലോകം മുഴുവനും പറയേണ്ടതാണ് ഈ സദ്വാർത്ത. യേശു മരിച്ചത്, യേശു ഈ ഭൂമിയിലേക്ക് വന്നത് കുറച്ചുപേരെ രക്ഷിക്കാനല്ല, ഈ ലോകം മുഴുവനെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് 1 യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. 1 യോഹന്നാൻ 4:14 വചനം വായിച്ചേ. അത് യേശുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് ലോകം മുഴുവന് വേണ്ടിയുള്ള സദ്വാർത്തയായിട്ടാണ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:14 വചനം, പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിന് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ്? ലോകം രക്ഷപ്പെടാൻ വേണ്ടി, ലോകം മുഴുവനെയും രക്ഷിക്കാൻ വേണ്ടിയാണ്, ലോകം മുഴുവനെയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. അത്രത്തോളം ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 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 ഇതാണ് സദ്വാർത്ത.